കൊല്ലം പുത്തൂരിൽ 16-കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ലൈംഗിക അതിക്രമമെന്ന് പോലീസ്. സംഭവ സമയം ജ്യോതിഷാലയത്തിൽ ഉണ്ടായിരുന്ന മുരാരിയുടെ ഭാര്യയുടെയും അമ്മയുടെയും മൊഴിയെടുക്കും. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വലിയ ക്രൂരതയാണ് ഈ മുരാരി എന്ന് പറയുന്ന ഈ ജോത്സ്യൻ ആ പെൺകുട്ടിയോട് കാണിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ആ വിഷയത്തിൽ വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഒരു 24 മണിക്കൂർ എന്ന് പറയും, 24 മണിക്കൂറിനുള്ളിൽ പോലീസ് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇതിൽ ചില പ്രതിഷേധങ്ങളൊക്കെ പോലീസൊന്നും ചെയ്യുന്നില്ല. സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പ്രതിഷേധവും വന്നു. ആ സാഹചര്യത്തിലാണ് കേരള പോലീസ് ഇയാളെ തന്ത്രപരമായി വലവിരിച്ച് പൊക്കിയത്. പിന്നീട് ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അമ്മയുടെയും മകളുടെയും പ്രാഥമികമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പ് നടന്നു. പക്ഷേ വിശദമായ മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ ശിശുക്ഷേമ സമിതി ഉൾപ്പെടെയുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇയാൾക്കെതിരെ, ഇയാളുടെ മുറിയിൽ ഭിത്തിയിൽ രക്തക്കറ കണ്ടിരുന്നു. ഈ രക്തക്കറ ആരുടേതാണെന്ന് കണ്ടെത്താൻ ഫോറൻസിക് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഫലം കൂടി വരണം. ഇത് മനുഷ്യരക്തമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, അല്ലെങ്കിൽ മനുഷ്യരക്തമാണെങ്കിൽ ഇത് ആരുടേതാണ്, ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് കണ്ടെത്തിയാൽ മാത്രമേ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകൂ. ഇതെല്ലാം ഇപ്പോൾ ഒരു എന്നതാണ് രാജ്കുമാർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ആ രക്തക്കറ ഉയർത്തുന്നത്. തീർച്ചയായിട്ടും അത് ആ ആശങ്കകൾ ദൂരീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനാണ്. അതവർ കൃത്യമായി, അതിനാണ് ഈ ഫോറൻസിക് പരിശോധന ആ വീടിനുള്ളിൽ നടത്തിയത്. അവിടുന്ന് നിരവധി രേഖകളെല്ലാം ആ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം ഫോറൻസിക്കിൻ്റെ ഫലം കൂടി ഇനി വന്നാൽ മാത്രമേ ഇനി ഈ അന്വേഷണത്തിന് ഒരു മുന്നോട്ട് പോക്കുള്ളൂ. മാത്രമല്ല, ഇയാൾക്ക് മറ്റെവിടെയെങ്കിലും ഇതുപോലത്തെ സ്ഥാപനങ്ങളുണ്ടോ, മറ്റാർക്കെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മുമ്പ് പരാതി തന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണം വേണം. ഇയാളൊരു പ്രവാസി മലയാളിയാണെന്ന് കൂടി പറയുന്നു. ഏറെക്കാലം വിദേശത്തായിരുന്നു. പിന്നീടാണ് ഇങ്ങോട്ട് വന്ന് ഇതുപോലെയുള്ള തന്ത്രി എന്നൊക്കെ പേരിട്ട് ജ്യോതിശാലയം ആരംഭിച്ചതും അങ്ങനെ അന്ധവിശ്വാസത്തെ മുതലെടുത്ത് വിൽപ്പന നടത്തി എന്നുള്ളത് ഒരു കൂടി ഇയാളുടെ ഭാഗത്തുനിന്ന് നമുക്ക് നിലവിലുള്ള ഇയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാവും.